അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത് ഈ BJP ജോയിൻ ചെയ്തോ? കഴിക്കുക, ബീഫ് കഴിക്കോ, ശുദ്ധമായിട്ടുള്ള പോത്തിറച്ചി എന്നാ കഴിക്കും ഞാൻ പറഞ്ഞിട്ടില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടായിരിക്കുമല്ലോ ഇവിടെ എത്തിണ്ടാവുക. അപ്പൊ ഇത് ഞാൻ എഴുതി ഉണ്ടാക്കിയതല്ലടേ, പാൻ ഇന്ത്യ ലെവലിൽ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ബീഫ് തെറ്റിച്ചു എന്നും പറഞ്ഞ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ തന്നെയുള്ള സൂര്യന് താഴെ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതേപോലത്തുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോന് താഴെ കമന്റിൽ പറയുക. ഷിയാസ് കരീം അനുമോളെ കൊണ്ട് ബീഫ് തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമൊന്നും അല്ല. ഷിയാസ് കരീം അവരൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ലെവലില് അനുമോളോട് ചോദിച്ചു, അനുമോൾ ബീഫ് കഴിക്കുന്നില്ലേ? അപ്പൊ അനുമോൾ പറഞ്ഞ ഡയറ്റിലാണ്. ഷിയാസ് കരീം പറഞ്ഞത് ഡയറ്റിലാണോ അതോ BJP ആണോ എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ. അപ്പൊ ഷിയാസ് ചേട്ടനോട് ഇതേപോലത്തുള്ള കാര്യങ്ങൾ അവരിലോട്ട് എത്തിച്ചു കൊടുക്കാതിരിക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചക്കയെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചെയ്ത വീഡിയോ, അതിന്റെ താഴെ വന്ന കമന്റ് വായിച്ച് മതിയായി എനിക്ക്. അപ്പൊ വന്മാരൊക്കെ പണി തരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ വേണം പണിയാൻ വേണ്ടി നോക്കിയിരിക്കുക എന്നുള്ളത് ആദ്യം ആലോചിക്കുക. പിന്നെ നമുക്കറിയാലോ, നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, അതൊക്കെ പുറത്തു പോവുകയാണെങ്കിൽ പിന്നെ വേറെ വല്ല ലെവലിലുള്ള കണ്ടന്റ്സ് ആയിരിക്കും. പക്ഷെ സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും അതൊരു കോൺട്രവേഴ്സിയായി മാറും. PR ടീം തന്നെ പറയാം. അത് ആരുടെ PR ടീമാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. Muslim actor force Hindu heroine to eat beef. Video enrages fans. Malayalam entertainment actor and model Shiaz Karim faces controversy after a viral video with friends and actress Anukutti from a private party. He repeatedly argued her to eat beef. She declined. ഇവിടെ നിർബന്ധിച്ചിട്ട് അവളെ കൊണ്ട് ബീഫ് തീറ്റിപ്പിച്ചു എന്ന് വരെ ആക്കി ഗൈസ്. അടുത്തത്, ഷിയാസ് കരീം മലയാളം TV celebrity forces a Hindu woman to eat beef. He shouted at her, eat. അനു ഈറ്റ്. അത് എങ്ങനെ ലെവലിൽ പോയി നോക്ക്. ഷൗട്ട് ചെയ്തു, അനു നീ ബീഫ് കഴിക്കുന്നു പറഞ്ഞ് ഷൗട്ട് ചെയ്തു എന്നുള്ള ലെവലിൽ വരെയാണ് ഇപ്പൊ ഇതിൽ എഴുതി പിടിപ്പിച്ചിറക്കുന്നത്. When she refused, he turned aggressive. If she was on diet or a BJP follower. അഗ്രസീവ് ആയി എന്ന് വരെ അവിടെ പറയുന്നുണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ വീഡിയോ കണ്ടാണ് ഇതേപോലത്തെ ഉള്ള ഓൺലൈൻ മീഡിയാസ് ഒക്കെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെയുള്ള ഷിയാസ് ഏട്ടൻ എയർ പോണ്ടി വരും. ഒരു പാരഗ്രാഫ് തന്നെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടേ. അടുത്തത്, a major controversy has erupted after a video showing Anumol Anukutti, winner of Big Boss Malayalam season 7, being forced to eat beef by runner-up Shiaz Karim during an interaction, despite her refusal. Anumol, a Hindu woman, reportedly declined when insisted she try beef. According to viral clips on her account, Karim continued അവസരങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതന്നെ അതിന്റെ ഒക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരൊറ്റ കാര്യം ഒരാള് ബീഫില്ലേ, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരാണ് ഉള്ള BJP-ക്കാരൻ. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോളോട് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത് ഈ BJP ജോയിൻ ചെയ്തോ അതാണ് ബീഫ് കഴിക്കാത്ത. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-ക്കാരാണ്. എന്റെ സംശയം അതല്ല, ഏത് BJP-ക്കാരാണ് ബീഫ് കഴിക്കാത്തത് അതൊന്ന് പറഞ്ഞുതരൂ. എങ്ങനെയൊക്കെ BJP-യിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവന്മാര് മുണ്ടിട്ട് പോയി ബീഫ് കഴിക്കുന്ന അടക്കം അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാലോ ആരാ അങ്ങനെ കഴിക്കാത്തതെന്ന്. വെജിറ്റേറിയൻസ് പുറമേ കഴിക്കില്ല, അവരെ ഒഴിപ്പിച്ച് നിർത്തുകയാണെങ്കിൽ മാംസം ഭക്ഷിക്കുന്ന അത്യാവശ്യമുള്ള എല്ലാ ആൾക്കാരും ബീഫ് കഴിക്കും. BJP-യിലെ എത്ര മന്ത്രിമാരെ പബ്ലിക്കായിട്ടൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബീഫ് നല്ല ബീഫ് കിട്ടിക്കാൻ ഞാൻ കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഞങ്ങൾ കൂട്ടുകാരന്മാരുടെ ഇടയിൽ, എന്റെ പെരുമ്പാവൂര് എന്റെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. ചോദിക്കാറുണ്ടാവും, അത് ഫണ്ണാണ്. പിന്നെ അത് മീഡിയക്കാരിട്ടത് എനിക്ക് വിഷയമല്ല. പിന്നെ പന്നിയിറച്ചി ഇല്ല, വേവിക്കണം നന്നായിട്ട്. അതിൽ വരെ ഉണ്ടാവും, വരെ അത് എന്താ മത വരെ പോകും. അനുമോളോട് ബീഫ് കഴിക്കില്ല, ഹിന്ദു ആണല്ലോ, അപ്പൊ ബീഫ് കഴിക്കില്ല എന്ന് ചോദിച്ചപ്പോ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഷിയാസ് കരീം പന്നി കഴിക്കില്ല എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇവര് മുമ്പേ അറിയുന്ന ആൾക്കാരാണ്. ഫ്രണ്ട്സിന്റെ ഇടയിൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നുള്ളത്, നിങ്ങൾക്കും ഫ്രണ്ട്സ് ഉള്ളതാണ്, എനിക്കും ഫ്രണ്ട്സ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഏറ്റവും വലിയ കാര്യമാണത്. അതൊക്കെ ഇതേപോലെ വീഡിയോ എടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് നാറണ്ടി വരും. അല്ലാതെ ഇതൊക്കെ പിടിച്ചിട്ട് രാജദ്രോഹി എന്നുള്ള ലെവലിലൊന്നും പതിപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നല്ല കപ്പയിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചല്ല അടിപൊളിയാവും. നമ്മൾ പഠിച്ച കിതാബിലത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിലുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിച്ചാനെ. എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനം ഞാൻ തിന്നുന്ന ആളാ. പിന്നെ കേസ് കോടതിയിൽ ക്രോഷൊക്കെ ചെയ്ത്
പിന്നെ ഞാൻ കുഞ്ഞു കൊച്ചിനൊന്നും പിടിച്ചിട്ട് പണിയെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതുള്ള കാലം വരെയും ഈ കേസ് ഉണ്ടാവും, മനസ്സിലാക്കിയോ? അതെ, ആർക്ക് വേണ്ടി വരും, പെണ്ണുങ്ങൾക്ക് ലോയില് മുൻഗണന ഉള്ള കാലം വരെയും ഈ കേസ് തുടർന്നുകൊണ്ടേയിരിക്കും, ഇത് തുടരും. അപ്പോ ഒരു കാര്യം ചിന്തിക്കുക, എന്റെ നിലപാടിൽ നിന്ന് ഓൾറെഡി അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല മാറ്റം. ഇനി എന്റെ പേരില് എന്ത് പ്രശ്നം വന്നാലും ഇനി ഞാൻ ജയിലിൽ പോകണമെന്ന്, ജയിലാണെങ്കിൽ പറഞ്ഞുള്ളതാണ്, ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല, ഒരു രീതിയിലും മാറ്റമില്ല, അത്രേ ഉള്ളൂ. ജയ് ചിഞ്ചോ, വന്ദേ മാതരം. ഞാൻ പ്രൗഡ് ടു സേ ഐ എം ഇന്ത്യൻ. ഇത് എന്റെ ഇന്ത്യയാണ്, എന്റെ ഇന്ത്യ, അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാം അത്. ഇനി എന്നെ സുഡാപ്പിയാക്കിയാലും കുഴപ്പമില്ല, എന്നെ ഇനി എന്താക്കിയാലും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. ഹാപ്പി മൂമെന്റ്. ഷീസ് മൈ സിസ്റ്റർ അനുമോൾ. ഞങ്ങൾ തമ്മിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല, ഞങ്ങൾ ഒത്തൊരുമയുണ്ട്. ഇവിടെ ഇനി എത്ര വലിയ സംഘപരിവാരം ഒന്ന് മതവിഭജിക്കാൻ നോക്കിയാലും ഇനി എന്ത് വർഗീയത ഉണ്ടാക്കിയാലും നടക്കൂല. വിരിയും കേരളത്തിൽ താമര. ഇതെവിടെ താമര ഇരിയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ചക്കയാണ് താമര, താമരയാണ് ചക്ക എന്ന് പറഞ്ഞ അത്രയും വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരെയാണ് ഇപ്പോ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ അതിന്റെ ഭാവി കാര്യങ്ങളൊക്കെ എന്താവും നമുക്ക് അറിയില്ല. ഏത് BJP ആൾക്കാരാണ് ബീഫ് കഴിക്കാത്തുള്ളതെങ്കിൽ അതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. ഒരുപാട് ആൾക്കാർ ബീഫിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ BJPക്കാര് ബീഫിന് എതിർപ്പാണ് എന്ന് പറഞ്ഞിട്ട് ആരും കഴിക്കാറില്ല എന്ന് പറയുന്ന ഒരു വർത്താനം, അതിനോട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കഴിക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങളുടെ നേതാക്കളടക്കം കഴിക്കുന്നു, പിന്നെയാണോ അണികളായ നിങ്ങൾക്ക്? ഒരു നേതാവ് ബീഫിനെ പറ്റി പറയുന്ന വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം. അതെനിക്കറിയില്ല. ഗോപു വെജിറ്റേറിയനാണോ? സത്യം പറയണം, ഗോപു വെജിറ്റേറിയനാണോ? അല്ല, ബീഫ് അടിക്കോ? ഞാന് ഈ ഒരു ബീഫ് കഴിക്കോ? പറഞ്ഞോട്ടോ. അപ്പൊ ഗോപു ബീഫ് കഴിക്കും. ഒന്ന് പറഞ്ഞോട്ടോ. ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിലും 24 ചാനലിലും ഈ അരുണിന്റെ അടുത്ത് ചോദിച്ചു നോക്കൂ. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ കഴിക്കുക, ബീഫ് കഴിക്കോ, ശുദ്ധമായിട്ടുള്ള പോത്തിറച്ചി എന്നാ കഴിക്കും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ കളവ് പറയുന്ന പരിപാടി നിങ്ങളെ പോലെ ഇല്ല. ഇവരെന്താ വെച്ചാല് ഇപ്പൊ പശുവിന്റെ കാര്യം പറയുമ്പോ ഞാൻ പറയണത്, നമ്മളൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ പറയും. ഇവരുടെ പരിപാടി, ഈ രണ്ടെണ്ണത്തിന്റെ പരിപാടി എന്താ പറയുക, ഇവര് വെളിയിലേക്കൊക്കെ നല്ലത് പറഞ്ഞിട്ട് ഉള്ളിലൊക്കെ തിരിച്ചു പറയും. ഈ ഹിപ്പോക്രസി പശുവിനെ കണ്ട ഇവന്മാർക്ക് അല്ല, പശുവിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോ ഇവന്മാർ രണ്ടുപേരും കൂടി ചാടി കളിക്കുന്ന, ഞാൻ ഇവന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര സുഹൃത്തുക്കളായതുകൊണ്ടാ, വേറെ ഒന്നും വിചാരിക്കരുത്, ചാടി കളിക്കുന്ന ആൾക്കാരാ. ഇപ്പൊ പറയാ പശുണ്ടോ, രാവിലെ കഴിഞ്ഞ പശുണ്ടോ, ആകെ പശുവാ രണ്ടുപേർക്ക്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇതിന്റെ പേരിൽ ഇയാൾ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാ. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോ ഓക്കെ, ബൈ.